ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ കോലം കണ്ട ആരും പേടിക്കേണ്ട. ഞാൻ ചെറിയ തോതിലൊന്ന് ഉറങ്ങി എണീറ്റ് വരിക കേട്ടോ. എന്നും വിചാരിക്കും ഒരു ഈവനിങ് വ്ളോഗ് എടുക്കണമെന്ന്, പക്ഷേ കയ്യാറില്ലാത്തല്ല ചടപ്പൊന്നാമത്. ഉറങ്ങി എണീറ്റ് നേരെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മേശയോ അടുക്കളയോ ഒക്കെ ഒന്ന് ചെറിയ തോതിൽ നന്നാക്കിയിടും. നമ്മൾ രാവിലെ നന്നാക്കിയിടും, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞ് വന്ന് ഒന്ന് കിടക്കും. അങ്ങനെ മേശപ്പുറത്തെ സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കളയ്ക്ക് കൊണ്ടുപോയി വെക്കുക കേട്ടോ. ഈ കാണുന്നത് ചെറിയ തോതിൽ പണിയുള്ളൂ, എന്നാലിട്ട് പണിയുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് മത്തനും മമ്പയറും കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന കറി ഉണ്ട് കേട്ടോ, അതൊക്കെ പാത്രത്തിലേക്കാക്കി എടുത്ത് വെക്കണം. അതുപോലെ ഇതാട്ടോ ചോറും അതേപോലെ ചെറിയൊരു ടവറയിലേക്ക് ആക്കി കേട്ടോ. ഇനി ഇത്ര ചോറും മതി കേട്ടോ ഞങ്ങൾക്ക് രാത്രിത്തേക്ക്. രാത്രി ഇവിടെ കാര്യമായിട്ട് ആരും ഭക്ഷണം കഴിക്കണവരാരും ഇല്ല. പിന്നെ മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ അമ്മ മഠത്തിൽ പോവലുണ്ട്, ഭജന മഠത്തിലേ. അപ്പോൾ അമ്മ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വരിക. പിന്നെ ഈ കാണുന്ന ചോറ് ഏട്ടനും എനിക്കും അച്ഛനും ഇതന്നെ ധാരാളം. ഞങ്ങൾ ആരും കാര്യമായിട്ട് ചോറ് കഴിക്കണവരൊന്നല്ല. അങ്ങനെ പിന്നെ ചോറൊക്കെ എടുത്ത് മൂടി വെച്ചിട്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതാട്ടോ. അങ്ങനെ നേരെ പാത്രങ്ങളൊക്കെ കൊണ്ടുവെക്കുക കേട്ടോ. വൈകുന്നേരം കാര്യമായിട്ട് പണിയൊന്നുമില്ല, എന്നാലും വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട. ഒക്കെ കഴിഞ്ഞ് പിന്നെ സീരിയലിൻ്റെ ടൈമല്ലേ, ഞാൻ സീരിയൽ നന്നായിട്ട് ആസ്വദിക്കുന്ന ആളായതുകൊണ്ട് എല്ലാ പണിയും വേഗം കഴിച്ച് വെക്കും. അങ്ങനെ പാത്രമൊക്കെ വേഗം കഴുകി എടുത്ത് വെക്കുക കേട്ടോ. കാര്യമായിട്ട് പാത്രമൊന്നുമില്ല, ചോറ് വെച്ച ചെമ്പും കറി വെച്ച ചെമ്പും അങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നേരെ സ്റ്റാൻഡുമ്പോൾ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ ഇത് രാവിലെ അമ്മ പണിക്ക് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയ പൂക്കളാട്ടോ. അമ്മയ്ക്ക് കാന്താരി മുളകിൻ്റെ ചമ്മന്തി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ചമ്മന്തിയൊക്കെ പൊടിച്ചിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അമ്മയ്ക്ക് കഴിക്കാൻ ടൈം കിട്ടിയില്ല കാരണം അമ്മ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. പിന്നെ ഇതൊക്കെ അമ്മ വരുമ്പോൾ കൊണ്ടുവരുന്ന തേങ്ങയാട്ടോ. അപ്പം ഞാനിതൊക്കെ ഞങ്ങൾ തേങ്ങ വെക്കുന്ന ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടണം. കാരണം കാര്യമായിട്ട് തുടയ്ക്കാനൊന്നും ഉണ്ടാവില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടുക. കാരണം നമ്മൾ രാവിലെ തന്നെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ തുടച്ച് വെക്കുന്ന, പിന്നെ അല്ലറ ചില്ലറ ചെറിയ പൊടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അടുക്കളയത്ത് തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ മേശപ്പുറത്ത് 2 പാത്രം കൂടി ഉണ്ട് എടുത്ത് വെക്കാൻ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞ് നേരെ മറ്റ് ചില പരിപാടികളിലേക്ക് പോവാം കേട്ടോ. എന്നും വീഡിയോസ് ഇടണം വിചാരിക്കും, പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നല്ല മടിയാണ്, എന്താ അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേബിളൊക്കെ കഴുകാനല്ല തുടയ്ക്കാൻ. ഈ കളറ് നോക്കേണ്ടത് നമ്മൾ ടേബിൾ മട്ട് ഷീറ്റിൻ്റെ കളറാട്ടോ. ഇത് കണ്ടിങ്ങനെ ആർക്കൊന്നും തോന്നണ്ട, തുടയ്ക്കലില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇതൊക്കെ ഷീറ്റിൻ്റെ ഒരു ഇതാണ്. കുറച്ചായി ഷീറ്റ് വാങ്ങിയിട്ട്, പിന്നെ പ്രത്യേകിച്ച് കീറലൊന്നും ഇല്ലാത്തതിനോട് മാറ്റാത്താണ്. അങ്ങനെ അത് കഴിഞ്ഞ് അമ്മ ഇവിടെ പത്രം വായിക്കുന്നതുകൊണ്ട് കൂടെ അതുപോലെ മൗനരാഗം സീരിയൽ കാണണമെന്നുണ്ട്. അമ്മ മഠത്ത് പോകുമ്പോൾ സീരിയലൊന്നും കാണാൻ കഴിയാറില്ല. അപ്പോൾ അമ്മ പണി കഴിഞ്ഞ് വന്നാലാണ് ഇരുന്ന് സീരിയലൊക്കെ കാണുക. അപ്പോൾ ഞാൻ തിരുമ്പിയതൊക്കെ താഴത്തുള്ളതെടുത്ത് വെച്ച് പിന്നെ അമ്മനോട് പറഞ്ഞു നമുക്ക് വിറകെടുക്കാൻ പോകണം. ഞങ്ങൾ വിറകെടുത്ത് പുറത്തുനിന്ന് എടുത്തുകൊണ്ടുവന്ന് വീട്ടിലെടുത്ത് വെക്കലാട്ടോ. ഉറക്കം ഏകദേശം വിട്ടിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് എണീറ്റ് പോകുന്നതാണ് ഞാൻ. അപ്പോൾ അത് നന്നായി എൻ്റെ മുഖത്ത് കാണാനുമുണ്ട്. ഇതാട്ടോ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി. പിന്നെ അമ്മ ഇതാണ് വിറകെടുത്ത് വെച്ചതാട്ടോ. ഈ റോഡിൻ്റെ സൈഡിലാട്ടോ വിറകെടുത്ത് വെച്ചത്. ഇതൊക്കെ മങ്കൂയാട്ടോ. ഈ കാണുന്നത് മരം പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു മരാട്ടോ. ഇത് ഏട്ടൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് അച്ഛൻ കൊണ്ടുവന്ന് ഏതൊരു കമ്പ് മാത്രം അവിടെ കുത്തി വെച്ചതാണ്. പിന്നെ കുറേ വർഷങ്ങൾ ശേഷമായപ്പോൾ ഇത് പടർന്ന് പന്തലിച്ചാണ്. ഈ കാണുന്നത് ഞങ്ങളെ പാടം മങ്കൂയി എന്നൊക്കെ പറയും. നിറച്ചും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നേഴ്സറിയാണ്. അങ്ങനെ നേഴ്സറിന്ന് വെറുതെ നേഴ്സറീൻ്റെ ബാക്കിലും മങ്കൂയി തന്നെ കേട്ടോ. ഈ കാണുന്നതൊക്കെ മങ്കൂയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ മഴ പെയ്യുമ്പോൾ വെള്ളം നിറയുമ്പോൾ പിന്നെ മീനൊക്കെ പിടിക്കും. നന്ദുക്കെ വരുമ്പോൾ ഒരുപാട് മീൻ പിടിക്കലുണ്ട് ഇവിടുന്ന്. നല്ല വലിയ പിലാപ്പി കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് വലിയ പിലാപ്പീനൊക്കെ കാണുന്നത്. ഇവിടെ നല്ല വലിയ പിലാപ്പിനൊക്കെ കിട്ടലുണ്ട്. ബ്രാലൊന്നും അത്ര വലുതായിട്ട് എനിക്ക് തോന്നിയില്ലെങ്കിലും പിലാപ്പി അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്.
ഇടയ്ക്ക് ഇവിടേക്കൊക്കെ വരലുണ്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട്. പിന്നെ ആരും ഇല്ലാത്തതിനെ കൊണ്ട് അങ്ങനെ വരയില്ല. അങ്ങനെ അമ്മ വിറകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനും അമ്മയും കൂടി വിറകൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച്. അങ്ങനെ വെച്ച ടൈമിലായിരുന്നു പിന്നെ വീട്ടിൽ അമ്മേൻ്റെ അനിയത്തി വന്നപ്പോൾ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞെന്ന്. പിന്നെ തിരുമ്പിയെടുക്കാൻ പോകട്ടെ. ഞാൻ തിരുമ്പിയെടുക്കാൻ പോകുമ്പോൾ അമ്മ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെക്കും കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണ്. പിന്നെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് തോല് പൊളിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ തിരുമ്പിയെടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മളെ മീനിന് ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീൻ ഫുഡാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക. ഇത് നമ്മളെ താമര എന്താ പൂവിടാത്തതെന്ന് അറിയില്ല. 6 മാസമായി. നല്ല തോതിൽ വെയിലൊക്കെ കിട്ടുന്നുണ്ട്. ഇനി എന്താ അറിയില്ല, ഗപ്പി കൂടിയതിനോണ്ടാണോ എന്നറിയില്ല. അത് കഴിഞ്ഞ് ഇൻ്റെതൊക്കെ ഞാൻ റൂമിൽ നിന്ന് തന്നെ മടക്കി വെച്ചിട്ടോ. അമ്മ ഇവിടെ ഉള്ളി തോലൊളിക്കുന്നുണ്ട്, അതുപോലെ സീരിയൽ കാണുന്നുണ്ട്. പിന്നെ എന്താണ് ഒരു 6-7 മണിയൊക്കെ ആവാൻ നേരമായപ്പോഴത്തേന് ഞങ്ങൾ ചായക്കടിക്കുള്ള ചേമ്പും ചക്കരക്കിഴങ്ങ് കേട്ടോ പുഴുങ്ങാൻ വിചാരിച്ച്. ചേമ്പും ചക്കരക്കിഴങ്ങ് ഉണ്ടായിന്, അത് ഞാൻ കുക്കറിൽ വെച്ച് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്. 1-2 വിസിലായപ്പോൾ തന്നെ പുഴുങ്ങി ഇങ്ങോട്ട് എടുത്ത്. പിന്നെ അമ്മയ്ക്ക് കാപ്പിയും ഞങ്ങൾക്ക് ചായയും കഴിഞ്ഞിട്ടോ. ഞാൻ അങ്ങനെ ചായ കുടിക്കില്ല, പക്ഷേ ഏട്ടൻ ഉണ്ടാക്കിയതാട്ടോ. ഇപ്പോൾ നമ്മൾ ചക്കരക്കിഴങ്ങും ചേമ്പും നല്ലതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കുള്ള കടി. നല്ല ചൂട് പറക്കണ ചക്കരക്കിഴങ്ങും അതിലേക്ക് നല്ല കട്ടൻ ചായ, അടിപൊളിയാണ്. അമ്മ അവിടെ സീരിയൽ കണ്ട സന്തോഷത്തിലാണ്. ഇത് മാളികപ്പുറം സീരിയലാണ്. ഞാൻ ആദ്യം കാണില്ല, അപ്പം അമ്മ കണ്ടിട്ടുണ്ട്, ഞാനും കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാനും കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്ന് എന്നെ കളിയാക്കുന്നൊക്കെ ഉണ്ട്, എനിക്ക് വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം TV കണ്ട് നിൽക്കുക കേട്ടോ. ഇപ്പോൾ സാന്ത്വനത്തിൻ്റെ ടൈമായപ്പോൾ രാത്രിത്തേക്ക് പൊരിക്കാൻ വെച്ച കോളിഫ്ലവറൊക്കെ എടുത്ത് ഞാൻ ചൂടുവെള്ളത്തിലെടുത്ത് വെച്ചിട്ട് അങ്ങനെ 9:30 വരെയുള്ള സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ കൂടെ ചോറും കഴിച്ച് കിടക്കാൻ പോകട്ടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ.